നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു വലിയൊരു വിവാദ നായകനുമാണ്. ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും വലിയ വിവാദമായിട്ട് മാറാറുമുണ്ട്. അങ്ങനെ കുറച്ചു കാലം മുന്നേ അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ വലിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം പണ്ട് കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്രേം നസീറിൻ്റെ മുറിയിൽ കയറി അദ്ദേഹത്തിന് വെച്ചിരുന്ന ഫുഡിനകത്ത് താൻ മണ്ണ് വാരിയിട്ടു എന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അപ്പോൾ ഭക്ഷണത്തിലെ മണ്ണ് വാരിയിടുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് മണിയൻപിള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതെന്ന് നമുക്ക് പരിശോധിക്കുന്നതിന് മുന്നേ തന്നെ മണിയൻപിള്ള രാജുവിനെ കുറിച്ച് കുറേ കാലം മുന്നേ വന്ന ഒരു ആരോപണമുണ്ട്. അത് നമ്മുടെ ഹേമ കമ്മിറ്റി വിവാദവുമായിട്ട് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മിനു മുനീർ ആണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞ ഒരു പ്രസ്താവന, ഇദ്ദേഹത്തിന് സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമുണ്ടെന്നും പലപ്പോഴും ലൊക്കേഷനിലേക്ക് ആയിരിക്കുമ്പോൾ തങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള നടിമാർക്കാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന ഒരു പരാമർശം അക്കാലത്ത് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയും ആ ഒരു സമയത്ത് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് മണിയൻപിള്ള രാജു പ്രേം നസീറിന് വെച്ചിരുന്ന ഭക്ഷണത്തിൽ മണ്ണ് ചേർക്കാൻ ഇടയായ സംഭവമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് പണ്ട് കാലത്തൊക്കെ ലൊക്കേഷനിലൊക്കെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞ് സൂപ്പർ സ്റ്റാറുകൾക്ക്, പ്രമുഖ നടിമാർക്ക് മാത്രം നല്ല ഫുഡ്, ബാക്കി എല്ലാവർക്കും വളരെ മോശം ഫുഡ് നൽകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ എന്തെങ്കിലും ഒരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഭക്ഷണം തൻ്റെ ലൊക്കേഷനിലെ ആളുകൾക്ക് നൽകുമെന്ന് തീരുമാനം എടുത്തിരുന്നുവെന്നും തൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഏറ്റവും മികച്ച ഭക്ഷണം നൽകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടാറുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സിനിമയിൽ വന്നിട്ട് 50 വർഷത്തോളമായി മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുന്നത് ഞാനാണ്. നായകൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമെങ്കിൽ എൻ്റെ യൂണിറ്റിലുള്ള എല്ലാ ആളുകളും ഓറഞ്ച് ജ്യൂസ് കുടിക്കും. അല്ലാതെ എല്ലാവരുടെ മുന്നിൽ നിന്ന് നായകനും നായികയ്ക്കും മാത്രമേ ജ്യൂസ് കൊടുക്കൂ എന്ന പരിപാടി എൻ്റെ ലൊക്കേഷനിൽ നടക്കുകയില്ല. ഞാനിത് പണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ചിലർക്കൊക്കെ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആദ്യകാലത്തൊക്കെ സിനിമ വരുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം കണ്ട് ഇങ്ങനെ കുടിക്കുന്ന അവൻ്റെയൊക്കെ വയറിളകി പോകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭക്ഷണത്തിൽ അത്യാവശ്യം കൊതിയുള്ള ഒരു വ്യക്തിയാണ് താൻ. അപ്പോൾ 75-76 കാലഘട്ടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ നസീറിനെ പോലെയുള്ള നായകന്മാർക്ക് ഫിഷ് ഫ്രൈ, മട്ടൺ എല്ലാം, എന്നെ പോലെയുള്ള തൊട്ട് താഴെയുള്ളവർക്ക് ബീഫിൻ്റെ അല്ലെങ്കിൽ മത്തിക്കറിയൊക്കെ ആയിരിക്കും. ഏറ്റവും സങ്കടം വരുന്നത് ലൈറ്റ് ബോയ്സിനൊക്കെ 2 പൊതി കൊടുക്കും. ഒന്നിൽ തൈര് സാദം, മറ്റേതിൽ സാമ്പാർ സാദം, ഇല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. ഇവർ മാറിയിരുന്ന് പിച്ചക്കാർ കഴിക്കുന്ന പോലെ ഇത് കഴിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. തീർച്ചയായിട്ടും ഒരേ പന്തിയിൽ പലതരത്തിലുള്ള ഭക്ഷണം വിളമ്പുക എന്നുള്ളത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. അപ്പം ഈ ഒരു പ്രവർത്തനത്തിലുള്ള അതൃപ്തി കാരണം ഒരിക്കൽ കാണിച്ചൊരു പരിപാടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സേലത്ത് നസീർ സാറിനോടൊപ്പം അഭിനയിക്കുന്ന സമയത്ത് ഇടിക്കോഴി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മുടെയൊക്കെ അടുത്തോട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അതിൻ്റെ സ്മെല്ല് വരും, ഉറപ്പായിട്ടും കൊതി വരും. പക്ഷേ കഴിക്കാൻ കിട്ടത്തില്ല. നസീർ സാറിനും ബെഹദൂറിനുമൊക്കെയാണ് ഈ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഷോട്ടിൻ്റെ സമയത്ത് 12:30 ഇറങ്ങി വന്നിട്ട് നസീർ സാറിൻ്റെ മുറിയിൽ കയറി ഈ ഇടിക്കോഴിയുടെ ഒരു പിടി വാരി തിന്നു. അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു. അതിനുശേഷം കുറച്ച് മണ്ണും വാരിയിട്ട് ഇളക്കി അടച്ചു വെച്ചിട്ട് പോയി. എന്താണെന്ന് അറിയത്തില്ല, ഇതിനകത്ത് വല്ലാതെ മണ്ണ് കടിക്കുന്നെന്നും പറഞ്ഞ നസീർ ആ ഫുഡ് കഴിക്കാതിരുന്നു. പിന്നെ പ്രൊഡക്ഷനിലെ കുക്കിനെ വഴക്ക് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമായി, ഇതൊരു വലിയൊരു ചർച്ചയായിട്ട് മാറി. അപ്പം ഈ വർഷങ്ങൾക്ക് ശേഷം താനാണ് ഈ തെണ്ടിത്തരം കാണിച്ചതെന്ന് നസീറിനോട് പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു എല്ലാവർക്കും പലതരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഉള്ള പ്രതിഷേധമായിട്ട് മേലെ ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കാതിരിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് മണിയൻപിള്ള കൊടുത്തതാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്തായാലും കാര്യം എന്തൊക്കെ തന്നെയാണെങ്കിലും ഭക്ഷണത്തിനകത്ത് മണ്ണ് വാരിയിട്ടതും അത് പ്രേം നസീറിനെ പോലെയുള്ള ഒരാൾ കഴിക്കാൻ വരുമ്പോൾ അതിനകത്ത് മണ്ണ് വാരിയിട്ട് വളരെ മോശമായി. വേണമെങ്കിൽ അത് മൊത്തം കഴിച്ചെടുത്തിട്ട് പോകാമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുതിയൊരു വിശേഷവുമായിട്ട് വാർത്തയായിട്ട് നമുക്ക് വീണ്ടും കാണാം. മണിയൻപിള്ള രാജു ഇപ്പോൾ ക്യാൻസർ രോഗബാധിതനാണ്, ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളും നമ്മൾ
നേരുന്നു. അദ്ദേഹം സന്തോഷവാനായിട്ടിരിക്കട്ടെ, കൂടുതൽ സിനിമകൾ അഭിനയിക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകന് നല്ല അഭിനയശേഷിയുള്ള ഒരു കുട്ടിയാണ്. നല്ല രീതിയിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിനും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.